ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മിക്കവർക്കും തന്നെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മഞ്ഞുകാലത്ത് ചുണ്ട് വരണ്ട് പൊട്ടുന്നത്. നമ്മുടെ ലിപ്സിലെ ജലാംശം ഇല്ലാതാവുന്നതാണ് ചുണ്ട് വരണ്ട് പൊട്ടാനുള്ള പ്രധാന കാരണം. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തത്, ധാരാളം വെള്ളം കുടിക്കുക. ദിവസം 8 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം. ശരീരത്തിലെ ജലാംശം കുറയുമ്പോൾ അത് ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലിപ്സിനെയാണ്. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കുക. രണ്ടാമത്തത്, പശുവിൻ പാലിൽ നിന്നെടുത്ത നെയ്യ്, പാൽപ്പാട തുടങ്ങിയവ ചുണ്ടുകളിൽ പുരട്ടുന്നത് ചുണ്ട് വരണ്ട് പൊട്ടുന്നതിന് പ്രകൃതിദത്തമായ ഒരു പരിഹാരമാണ്. സ്കിൻ ഡാമേജ് ആകുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. വൈറ്റമിൻ ഇ 400 mg ക്യാപ്സൂൾ നമുക്ക് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഈ ക്യാപ്സൂൾ പൊട്ടിച്ച് ഇതിലെ ഓയിലെടുത്ത് ചുണ്ടുകളിൽ പുരട്ടാവുന്നതാണ്. ചുണ്ടിലെ തൊലി പൊളിയുന്നതിന് ഇത് നല്ലൊരു പരിഹാരമാണ്. കറ്റാർവാഴയുടെ ജെല്ല് ചുണ്ടുകളിൽ പുരട്ടുന്നതും ചുണ്ട് വരണ്ട് പൊട്ടുന്നതിന് ഒരു പരിഹാരമാണ്. അഞ്ചാമത്തെ കാര്യം, ഉറങ്ങുന്നതിന് മുൻപ് ഒരു ലിപ് ബാം പുരട്ടിയതിനു ശേഷം ഉറങ്ങുക. ആറാമത്തെ കാര്യം, ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. ചുണ്ടുകൾ ഇടയ്ക്കിടയ്ക്ക് നാവ് കൊണ്ട് നനയ്ക്കാതിരിക്കുക. ഇത് ലിപ്പിനെ കൂടുതൽ ഡ്രൈ ആക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത്, ശരീരത്തിന് ജലാംശം നൽകുന്ന ഫ്രൂട്ട്സുകൾ ധാരാളം കഴിക്കുക. നാരങ്ങാനീരും തേനും മിക്സ് ചെയ്ത് ചുണ്ടുകളിൽ പുരട്ടുന്നതും ഈ ഒരു പ്രശ്നത്തിന് നല്ലൊരു പരിഹാരമാണ്. അടുത്തതൊരു സ്ക്രബാണ്. നമ്മുടെ ചുണ്ടുകളിലെ ഡെഡ് സ്കിൻസ് ഒക്കെ റിമൂവ് ആയി ചുണ്ട് നല്ല സോഫ്റ്റ് ആകാനുള്ള ഒരു സ്ക്രബാണ്. ഈ ഒരു സ്ക്രബിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 സ്പൂൺ ക്രഷ് ചെയ്ത ഷുഗറാണ്. അതിലേക്ക് 1/2 സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം 1/2 സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുകയാണ്. ലാസ്റ്റായിട്ട് ചേർക്കുന്നത് നാരങ്ങ നീരാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് സർക്കുലർ മോഷനിലെ ചുണ്ടുകളിൽ സ്ക്രബ് ചെയ്യുക. ഇത് ചുണ്ടിലെ ഡെഡ് സ്കിൻസ് റിമൂവ് ആകാനും ചുണ്ട് നല്ല സോഫ്റ്റ് ആകാനും നിറം വയ്ക്കാനും നല്ലതാണ്. ബാക്കി വരുന്നത് നമുക്കൊരു കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരാം. അതുവരെ ബായ്.